ഏവർക്കും ലീഡായിസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനം കവരുന്ന കവറിനു പിന്നിൽ അപകടം. വാർത്തയിൽ വീണ്ടും ഇടപിടിച്ച് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ നോർത്ത് സെന്റിനൽ ഐലൻഡ്. കാലിഫോർണിയൻ തീരത്ത് ആൽഗൽ ബ്ലൂം പുറത്തുവിടുന്ന ന്യൂറോടോക്സിൻ കടൽ സിംഹങ്ങളെ ആക്രമണകാരികളാക്കുന്നു. നിറം മാറി ഭൂമിയിലെ സമുദ്രങ്ങൾ. വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരാൻ ശാസ്ത്രലോകം. സൈബർ സ്ലേവറിയിൽ നിന്ന് മോചിതരായി 60-ലധികം ഇന്ത്യക്കാർ. GI ടാഗ് നേടി ഇന്ത്യയിലെ അനവധി ഉൽപ്പന്നങ്ങൾ. ലേറ്റസ്റ്റ് ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കി മെറ്റ. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കി ബയോലുമിനസെന്റ് ബ്ലൂം. കവര് എന്നത് സമുദ്രങ്ങളിൽ പ്രത്യേകിച്ച് രാത്രിയിൽ ദൃശ്യമാകുന്ന ബയോലൂമിനസെന്റ് ഗ്ലോയെ വിവരിക്കാൻ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രാദേശിക പദമാണ്. ഡൈനോഫ്ലാജലേറ്റ്സ് എന്ന ചെറിയ സമുദ്ര ജീവികൾ ഉണ്ടാക്കുന്ന രാസവെളിച്ചമാണിത്. തിരമാലകൾ, ബോട്ടുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും ചുറ്റുമുള്ള വെള്ളം ഇളകുമ്പോഴാണ് ഈ സൂക്ഷ്മജീവികൾ നീല പച്ച പ്രകാശം പുറപ്പെടുവിക്കുന്നത്. കാഴ്ചയിൽ അതിശയിപ്പിക്കുന്നുവെങ്കിലും ഈ പ്രതിഭാസം വെള്ളത്തിലെ ഓക്സിജൻ കുറയുന്നതിനും മറ്റു സമുദ്രജീവികൾക്ക് ദോഷം വരുന്നതിനും കാരണമാകുന്നു. ചൂട് കൂടിയ കാലാവസ്ഥ, മലിനീകരണം തുടങ്ങിയവയാണ് ഈ ജീവികൾ പെരുകാൻ പ്രധാനമായ കാരണങ്ങൾ. വാർത്തയിൽ വീണ്ടും ഇടം പിടിച്ച് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ നോർത്ത് സെന്റിനൽ ഐലൻഡ്. റെസ്ട്രിക്റ്റഡ് ട്രൈബൽ സോണായ ഇവിടേക്ക് ഇല്ലീഗലി എത്തിച്ചേർന്ന 24 വയസ്സുകാരനായ US സിറ്റിസനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഇത്. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ദക്ഷിണ ആൻഡമാനിന്റെ ഭാഗമായി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. എന്നാൽ ഈ ദ്വീപ് പ്രശസ്തമാകുന്നത് ഇവിടുത്തെ തദ്ദേശവാസികളായ സെന്റിനലീസ് എന്ന ഗോത്രവർഗക്കാർ കാരണമാണ്. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിപ്പാർത്ത ആദ്യ മനുഷ്യരുടെ പിൻഗാമികളായാണ് ഇവരെ പരിഗണിക്കുന്നത്. പുറലോകവുമായി ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കാൻ താല്പര്യപ്പെടാത്ത ഈ ട്രൈബൽ ഗ്രൂപ്പ് അവരോട് ശത്രുതയും പുലർത്തുന്നുണ്ട്. അതിനാൽ ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഈ ദ്വീപിന്റെ 9 കിലോമീറ്റർ പരിധിയിലേക്ക് പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. കാലിഫോർണിയൻ തീരത്ത് കടൽ സിംഹങ്ങളെ ആക്രമണകാരികളാക്കി ആൽഗൽ ബ്ലൂം പുറത്തുവിടുന്ന ന്യൂറോടോക്സിൻ എന്ന രാസവസ്തു. വില്ലനാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം. പൊതുവെ മനുഷ്യരോട് സൗഹൃദപരമായി ഇടപഴകുന്ന മെറൈൻ മാമൽസ് ആണ് സീ ലയൺസ് അഥവാ കടൽ സിംഹങ്ങൾ. കാലിഫോർണിയ, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ കോസ്റ്റൽ വാട്ടേഴ്സിലാണ് ഇവ പൊതുവായി കാണപ്പെടുന്നത്. എന്നാൽ അടുത്തിടെ ആയിരക്കണക്കിന് കടൽ സിംഹങ്ങൾ രോഗബാധിതരാവുകയും അവർ മനുഷ്യരെ ആക്രമിക്കുന്നതുമായ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. പഠന റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂറോടോക്സിൻ എന്ന രാസവസ്തുവാണ് ഈ മാറ്റത്തിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം തുടങ്ങിയ കാരണങ്ങളാൽ കടലിൽ ആൽഗകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ഈ ആൽഗൽ ബ്ലൂം പുറത്തുവിടുന്ന ന്യൂറോടോക്സിൻ എന്ന രാസവസ്തു ചെറു മത്സ്യങ്ങളിലൂടെ ഇവരുടെ ശരീരത്തിലെത്തുകയും ചെയ്യുന്നു. ഇത് ഇവരുടെ നാഡീ ശൃംഖലകളിൽ മാറ്റം വരുത്തുകയും അവരിൽ സ്ട്രെസ്, അഗ്രഷൻ, ബ്രെയിൻ ഡാമേജ് എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ കടൽ സിംഹങ്ങളുടെ സംരക്ഷണത്തിനായി നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യങ്ങൾ. നിറം മാറി ഭൂമിയിലെ സമുദ്രങ്ങൾ. നിറം മാറ്റത്തിലേക്ക് വഴിവെച്ച് കാലാവസ്ഥ. പൊതുവെ സമുദ്രങ്ങളുടെ നിറം അവയുടെ ആരോഗ്യത്തിൻ്റെ സൂചന കൂടിയാണ്. ഉദാഹരണമായി ഡീപ് ബ്ലൂ കളർ ഓഷൻ സൂചിപ്പിക്കുന്നത് അതിലെ തെളിഞ്ഞ വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ്. ഭൂമിയുടെ നല്ലൊരു ഭാഗം സമുദ്രങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് ഭൂമിക്ക് നീലഗ്രഹം എന്ന പേര് നൽകുന്നുമുണ്ട്. എന്നാൽ സമുദ്രങ്ങളിലെ ഉയർന്ന മലിനീകരണ തോത് ഇവയിൽ ആൽഗകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇവയിലെ ക്ലോറോഫിലിൻ്റെ സാന്നിധ്യം സമുദ്രങ്ങൾക്ക് പച്ച നിറം നൽകുന്നു. ഈ ആൽഗകൾ മറ്റ് സമുദ്രജീവികളുടെ വളർച്ചയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റൽ കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ സമുദ്രങ്ങളുടെ നിറം ഇനിയും മാറും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വംശനാശം സംഭവിച്ച ജീവികളെ വരാൻ ശാസ്ത്രലോകം. 10,000 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഡയർ വൂഫിനെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് കൊളോസൽ ബയോസയൻസസ് എന്ന ബയോടെക് സ്റ്റാർട്ടപ്പ്. ഇന്ന് പൊതുവെ സുലഭമായി കാണപ്പെടുന്ന ഗ്രേ വുൾഫുകളേക്കാൾ വലിപ്പമുള്ളവരും കരുത്തുറ്റവരുമാണ് ഡയർ വൂൾഫുകൾ. ആദിമ മനുഷ്യർക്കൊപ്പം ജീവിച്ചിരുന്ന ഇവർ കാട്ടുപോത്തുകൾ, കുതിരകൾ തുടങ്ങിയവയെ വേട്ടയാടിയിരുന്നു. എന്നാൽ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനം ഇവയുടെ വംശനാശത്തിലേക്ക് വഴിവെച്ചു. അമേരിക്കൻ ബയോടെക് സ്റ്റാർട്ടപ്പായ കൊളോസൽ ബയോസയൻസസ് വർഷങ്ങളായി വംശനാശം സംഭവിച്ച ജീവികളെക്കുറിച്ചുള്ള പഠനത്തിലാണ്. ഇപ്പോഴിതാ ജീൻ എഡിറ്റിംഗ് സംവിധാനത്തിലൂടെ 3 ഡയർ വുൾഫ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കമ്പനി. റോമുലസ്, റെമുസ്, ഖലീസി എന്നിങ്ങനെ പേരിട്ടിരിക്കുന്ന ഈ ചെന്നായ കുഞ്ഞുങ്ങൾക്ക് ഒറിജിനൽ ഡയർ വുൾഫുകളിൽ നിന്നും ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ടെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുമ്പോഴും
ഇത്തരം കമ്പനികളുടെ ഡി എക്സ്റ്റിങ്ഷൻ പ്രോഗ്രാമുകളുടെ അടുത്ത കണ്ടെത്തലിനായി കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് ലോകം. സൈബർ സ്ലേവറിയിൽ നിന്ന് മോചിതരായി 60-ലധികം ഇന്ത്യക്കാർ. സൈബർ തട്ടിപ്പിന് മ്യാൻമറിലേക്ക് കടത്തിയ ഇന്ത്യൻ പൗരന്മാരെ മഹാരാഷ്ട്ര സൈബർ വിംഗ് പോലീസ് രക്ഷപ്പെടുത്തി. മനുഷ്യക്കടത്തിന്റെ ഒരു ആധുനിക രൂപമായാണ് സൈബർ സ്ലേവറി അഥവാ സൈബർ അടിമത്തത്തെ ലോകം നിർവചിക്കുന്നത്. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി ആളുകളുടെ രേഖകൾ പിടിച്ചുവെക്കുകയും അവരെ തടങ്കലാക്കുകയും പിന്നീട് ഓൺലൈൻ തട്ടിപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് സൈബർ സ്ലേവറി എന്ന് വിളിക്കുന്നത്. ഇതിന് ഇരയാകുന്നവർ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായാണ് സൈബർ ക്രൈമുകളിൽ ഏർപ്പെടുന്നത്. ദുർബലമായ നിയമ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഈ ക്രൈം കംബോഡിയ, മ്യാൻമർ, ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഉയർന്ന വരുമാനമുള്ള ജോലികളുടെ പരസ്യങ്ങൾ നൽകിയാണ് ആളുകളെ ഈ തട്ടിപ്പിന് ഇരയാക്കുന്നത്. GI ടാഗ് നേടി ഇന്ത്യയിലെ അനവധി ഉൽപ്പന്നങ്ങൾ. കേരളത്തിൽ നിന്നുള്ള കണ്ണാടിപ്പായയ്ക്കും GI ടാഗ്. ഏതൊരു ഉൽപ്പന്നത്തിനും അത് നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഗുണങ്ങളും കാണാം. ഈ ആശയത്തിൽ ഊന്നിയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് GI ടാഗ് അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് നൽകി വരുന്നത്. ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയിൽ നിന്നാണ് GI ടാഗ് എന്ന കോൺസെപ്റ്റ് വന്നത്. തുടർന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിയമങ്ങളുടെ ഭാഗമായി ഇന്ത്യയും ഇത് നൽകി വന്നു. ഇന്ത്യയിൽ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്ട്രിക്കാണ് ഇതിൻ്റെ മേൽനോട്ടം. ഈ സമിതി രാജ്യത്ത് നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുകയും വർഷം മുഴുവനും അർഹതപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് GI ടാഗ് അനുവദിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ 600-ലധികം രജിസ്റ്റർ ചെയ്യപ്പെട്ട GI ഉൽപ്പന്നങ്ങളുണ്ട്. ആഗോള അംഗീകാരം നേടുക, പരമ്പരാഗത അറിവുകൾ സജീവമായി നിലനിർത്തുക, ഉൽപ്പന്നങ്ങൾക്ക് നിയമസംരക്ഷണം നൽകുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ ഇതിനുണ്ട്. ലേറ്റസ്റ്റ് ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കി മെറ്റ. ലാമ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ മോഡൽ സ്കൗട്ട്, മാവറിക്, ബെമോത്ത് തുടങ്ങിയ ബ്രാൻഡ് ന്യൂ എഡിഷൻസ് കൂടി ചേർന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭീമന്മാരായ കമ്പനികൾക്കിടയിൽ മത്സരം മുറുകുകയാണ്. സെർച്ച്, പ്രൊഡക്ടിവിറ്റി ടൂൾസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എന്റർടൈൻമെന്റ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ AI സേവനം മെച്ചപ്പെടുത്താൻ ഈ കമ്പനികൾ ലക്ഷ്യമിട്ടിരിക്കുന്നു. ഓപ്പൺ AIയുടെ ChatGPT, ഗൂഗിളിന്റെ ജെമിനി തുടങ്ങിയ മോഡലുകളും AI ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ മുൻനിരയിൽ തന്നെയാണ്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.